എന്തോന്നാണ് ചലഞ്ച്? അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ ഇതെന്തോന്നാണ് കളി? എന്തോന്നാണ് പറ. റെക്കോർഡ് ചെയ്യാണ് പറ. ഇതാണ് നമ്മുടെ ഷെരോൺ ആൻഡ് ഗ്രീഷ്മ രണ്ടുപേര്. ഓക്കെ, മരിക്കുന്ന മുമ്പ് ലാസ്റ്റായി എടുത്ത വീഡിയോ ആണ്. ജ്യൂസ് തുറക്കണ കണ്ട, അത് വന്നിട്ട് മരണ ജ്യൂസാണ്. അതിൽ ആയുർവേദത്തിന്റെ ഒരു കഷായം കലർന്നുണ്ട് ആള്. അപ്പൊ ആള് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിന്? കൊന്നിട്ട് വേറെ ആളിന് കല്യാണം കഴിക്കാൻ. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പൊ എന്താ വീഡിയോ കുറിച്ചാ പറഞ്ഞാൽ, ഞാൻ യൂട്യൂബ് തുറന്നപ്പോ ഒരു ദിവസം മുമ്പ് ഇന്നൊക്കെ തുറന്നപ്പോ എന്തോ കേസ് വന്നുകൊണ്ടിരിക്കണോ, ഗ്രീഷ്മ വന്നിട്ട്. എനിക്ക് സത്യത്തിൽ എന്താ സംഭവം എനിക്ക് അറിയില്ല. ഓക്കെ, ഗ്രീഷ്മ ആൻഡ് ഷെരോൺ കേസ് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോ എന്താ അതിൽ പറയുന്നത് പറഞ്ഞാൽ, ബിറ്റായി കണ്ടത്. ഓക്കെ, അതിലെന്താ പറയുന്നത് പറഞ്ഞാൽ, ബോയ് ഫ്രണ്ടിനെ കൊന്നിട്ട് വേറൊരാളിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബോയ് ഫ്രണ്ടിനെ മർഡർ ചെയ്തു പറഞ്ഞിട്ട് അതിന് വന്നിട്ട് കോർട്ട് വന്നിട്ട് ലൈഫ് സെന്റൻസ് വന്ന് വിധിച്ചു പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തിലാണ്. അതേപോലെയാണ് വീഡിയോ പോയത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താ അത് കേരളത്തില് കുറെ സംഭവങ്ങൾ സംഭവിക്കണ്ടല്ലോ, എന്താ സംഭവം? പെണ്ണുങ്ങൾ കുറച്ച് ഡേഞ്ചറാണ് കേരളത്തില്, ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചു, എന്താ അത് കുറച്ച് കൊല്ലം മുമ്പല്ലേ ഒരു ജ്യൂസില് വിഷം കലത്തിയിട്ട് കൊന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഞാൻ അത് വേറെ കേസ് ഇത് വേറെ കേസ് കൊണ്ടാണ് ഇരുന്നത്. പിന്നെ സെർച്ച് ചെയ്ത് നോക്കി ആർട്ടിക്കിളൊക്കെ റീഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അതും ഇതും ഒരേ കേസാണ്, സെയിം കേസാണ്. ജ്യൂസിന്റെ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ജ്യൂസിൽ കഷായം കലത്തിയിട്ട് കൊന്നുകൊണ്ട്, ആ കേസിനെയാണ് ഗൈസ് ഈ കേസും. അപ്പൊ ഞാൻ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയി നോക്കി കേസ്. ഫസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് വാ. തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. എന്താണെന്നുള്ളത് അപ്പൊ നമ്മുടെ ഗ്രീഷ്മ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തിനാ ചിരിക്കണമെന്ന് എനിക്കറിയില്ല, ഹൂനോസ്. അപ്പോ ഗ്രീഷ്മ വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ഫസ്റ്റ് സംഭവം പറഞ്ഞാൽ, ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓൺലൈനിൽ. അപ്പൊ അതിൽ എന്താ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ ബാത്റൂമിൽ ഉള്ളിൽ വന്നിട്ട് ലൈസോൾ അത് കുടിച്ചിട്ട് സൂസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെയാണ് കോർട്ടിൽ ഹാജരാക്കിയപ്പോൾ അതിൽ വന്നിട്ട് കുറച്ച് മൊഴിയൊക്കെ എടുക്കില്ല. ആ മൊഴി വന്നിട്ട് രേഖപ്പെടുത്തിയില്ല. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ, അത് ഡെത്ത് ഒരുമാതിരി സിറ്റുവേഷൻ ശരിയില്ലല്ലോ, അത് കാരണം ആ ഒരു മൊഴി എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് മൊഴി എടുത്തെന്നൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കണം. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ ഷാരോൺ വിഷം കലത്തിയില്ല. അതിന് മുമ്പ് ഇന്റർനെറ്റിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുമല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ, റിമൈനിങ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ അവരെന്താ കണ്ടുപിടിച്ച് പറഞ്ഞാൽ, അതിൽ പാരസെറ്റമോൾ എത്ര ഓവർഡോസ് ആയാലും ഒരാൾ മരിക്കുക എന്നൊക്കെ നമ്മുടെ ഗ്രീഷ്മ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ സെർച്ച് ചെയ്യുന്നില്ല, ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തായാലും കണ്ടുപിടിച്ചു ഇതൊക്കെ. അപ്പൊ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പൊ അതാണ് ഉള്ളത്, അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ എന്താ പറയുള്ളത് പറഞ്ഞാൽ, ഗ്രീഷ്മന്റെ അങ്കിൾ വന്നിട്ട് അങ്കിളിനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ കാണിക്കുന്നത് ആർട്ടിക്കിളില്. എന്താ പറഞ്ഞാൽ, പ്രൂഫൊക്കെ വന്നിട്ട് മറയ്ക്കാനോ ഡിസ്ട്രോയ് ചെയ്തു കൊണ്ട് അതിന് 3 years 2 to 3 years വന്നിട്ട് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിളിൽ. ആക്ച്വലി ഇത് നടക്കുമ്പോൾ വന്നിട്ട് രണ്ടുപേർക്കും 24 വയസ്സെന്നൊക്കെ പറയുന്നത്. നടക്കുമ്പോൾ ഓക്കെ, നടന്നിട്ട് 2 കൊല്ലമായി, 26 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ കോർട്ട് ഇട്ട ജഡ്ജ്മെന്റിൽ ഇട്ടിരിക്കുന്നത്, ഇത് നടക്കുമ്പോൾ രണ്ടുപേർക്കും ഇൻ ദ സെയിം ഏജ് 24 years ഓൾഡ് എന്നിട്ടിരിക്കുന്നു. ഓക്കെ, ചെറുപ്പക്കാരാണ്, നമ്മുടെ ഏജ് ആണ്. ടോട്ടലായിട്ട് 10-17 കൊല്ലം ജയിലിൽ ഇടാനുള്ള വകുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 364 ഫോർ 10 years. പിന്നെ എന്തൊക്കെയാണ്, 10 കൊല്ലം അണ്ടർ സെക്ഷൻ 364 ആൻഡ് imprisonment of 5 years for offense under section 328 IPC and 2 years imprisonment for the offense under section 203 of IPC. ഇതൊക്കെയാണ് സെക്ഷനിലിട്ട് പൂട്ടിയിരിക്കുന്നത് നമ്മുടെ ഗ്രീഷ്മനെ. അതെല്ലാം നല്ല കാര്യമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ പെണ്ണുങ്ങൾ പേടിക്കട്ടെ. കേരളത്തിൽ പെണ്ണുങ്ങൾ ഡേഞ്ചറാണ് അല്ല എന്താണെന്ന് അറിയില്ല. ഇനി കേരളത്തിലുള്ള പെൺകുട്ടികളെ പ്രണയിക്കാനോ സംസാരിക്കാൻ തന്നെ ആണുങ്ങൾ പഠിക്കുന്നോ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് ഈ കേസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഇത് ഹെൽപ്ഫുൾ ആണ് പറഞ്ഞത് കമന്റ് ബോക്സിൽ പറയാം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ. പിന്നെ കലക്ടറിന്റെ വീഡിയോ ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ, യുവർ എബി, ബൈ ബ്രോസ്, ലവ് യു ഗൈസ്.